ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എന്തൊക്കെയാണല്ലേ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പി വി അൻവർ കുറച്ചു നാളിന് ശേഷം അദ്ദേഹം വീണ്ടും ലൈംലൈറ്റിൽ സജീവമായി. പി വി അൻവറിനൊപ്പം നമ്മുടെ മറ്റൊരു ഭരണപക്ഷ എം എൽ എ ആയ കെ ടി ജലീലും സജീവമായി വരാൻ പോകുന്നു. ഇവർ രണ്ടുപേരും ആരോപണം ഉന്നയിക്കുന്നത്, അല്ലെങ്കിൽ കെ ടി ജലീൽ അൻവറിന് പിന്തുണയായിട്ട് കൊടുക്കുന്നത് പി ശശിക്കെതിരെയുള്ള അമ്പുകളാണ്. പി ശശി ആരാണെന്നറിയാലോ, സി പി എമ്മിന്റെ സമുന്നതനായ നേതാവ്, പാലക്കാട് ജില്ല എന്ന് വെച്ചാൽ പി ശശി എന്നാൽ പാലക്കാട് ജില്ല, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ശശിയെ ഒതുക്കാന്നുള്ളത് സി പി എമ്മിന്റെ ഒരു നയമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇപ്പൊ നല്ലൊരു പണിയെ കൊടുത്തിട്ട് ബാങ്കിലോട്ടോ താഴെ കടയിലോട്ടോ ഒക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തെ പൂർണ്ണമായിട്ട് ഒതുക്കണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂടെ പുറത്ത് വിടണം. അതിന് ശരിക്കും പറഞ്ഞാൽ മുഖ്യമന്ത്രി പി വി അൻവറിനെ ഉപയോഗിക്കുകയാണോ എന്നുള്ള കാര്യം എനിക്ക് സംശയമുണ്ട്. പക്ഷെ അദ്ദേഹം പറയുന്നതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം ഈ എ ഡി ജി പി അജിത് കുമാറിനെ കുറിച്ചാണ് പറയുന്നത്. എ ഡി ജി പി അജിത് കുമാർ, അതുപോലെ തന്നെ നമ്മുടെ പത്തനംതിട്ട എസ് പി ആയിട്ടുള്ള സുജിത് ദാസ്, ഈ സുജിത് ദാസിനെ ഭീഷണിപ്പെടുത്തുന്നതായി സുജിത് ദാസ് തന്നെ ഇദ്ദേഹത്തെ വിളിച്ചു പറയുന്നു. സുജിത് ദാസിന്റെ ഫോൺ സംഭാഷണമാണ് നമ്മുടെ പി വി അൻവർ ഇങ്ങനെ പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ഉറങ്ങാൻ പറ്റുന്നില്ല, അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പി വി അൻവറും ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ചിലപ്പോൾ കൊല്ലപ്പെട്ടേക്കാന്ന് പറയുന്നുണ്ട്. ഞാൻ ഇതിന്റെ മറ്റൊരു കാര്യം സംസാരിക്കാനാണ് വന്നത്. ശരിക്കും സുരേഷ് ഗോപിയുടെ വിജയമായിട്ട് അതിനോട് കണക്ട് ചെയ്യാണ്. സുരേഷ് ഗോപി എങ്ങനെയാണ് ജയിക്കുന്നത്? സുരേഷ് ഗോപി ജയിക്കാൻ കാരണം, ഒന്ന്, ഈ തൃശ്ശൂർ പൂരമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് വലിയ രീതിയിൽ എഴുന്നള്ളത്തൊക്കെ പോകുമ്പോൾ, ആനയൊക്കെ പോകുമ്പോൾ ചുറ്റും കയറ് പിടിച്ച് ഒരു മനുഷ്യനെ അടുപ്പിക്കാതെ പോലീസ് അകമ്പടിയിൽ ആന പോയി തിരിച്ചു വരുന്ന പരിപാടിയൊക്കെ അവിടെ കാണിച്ചത്. എന്ന് വെച്ചാൽ പല സ്ഥലത്തോട്ടും പൊതുജനങ്ങളെ, പൂരപ്രേമികളെ അടുപ്പിക്കാന്നുള്ള പരിപാടി കാണിച്ച് മൊത്തത്തിൽ സർക്കാരിനെയും എം പി ഒക്കെ അങ്ങ് വെറുപ്പിച്ച് കൈ കൊടുത്തിട്ട് അവിടെ രക്ഷകന്റെ റോളിൽ സുരേഷ് ഗോപി വന്ന് ഇറങ്ങുന്നത്. അതാണ് നമ്മൾ കാണുന്നത്. അന്ന് അവിടുത്തെ കമ്മീഷണറായിട്ടുള്ള അങ്കിത് അശോക്, അദ്ദേഹത്തിനെയാണ് എല്ലാവരും കൂടെ എടുത്തിട്ട് വിമർശിച്ചത്. എങ്കിലും അദ്ദേഹത്തെ സ്ഥലം മാറ്റി എന്നൊക്കെ തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെയൊക്കെ കളി നടക്കുന്നത് അങ്ങ് മുഖ്യമന്ത്രി ഓഫീസിൽ നിന്നാണ്. ഈ എ ഡി ജി പി അജിത് കുമാർ എന്ന് പറയുന്നത് സി പി എമ്മിന്റെ ഒരു ഭക്തവത്സരൻ എന്നൊക്കെയാണ് മാധ്യമങ്ങൾ പറയുന്നത്. അദ്ദേഹം ഈ ശശി പറയുന്നതിന്റെ അപ്പുറത്തേക്ക് അദ്ദേഹം പോകത്തില്ല. രണ്ട് ആരോപണങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഇദ്ദേഹം മറുനാടൻ മലയാളി സാജൻസ് കറിയുടെ ഇന്ന് കാശ് മേടിക്കുന്നു, അദ്ദേഹം സ്വർണ്ണക്കടത്തിന് കൂടെ വയ്ക്കുന്നു, അദ്ദേഹത്തിന് കൊലപാതകത്തിന് കൂടെ വയ്ക്കുന്നു, ഫോൺ ചോർത്തി കൊടുക്കുന്നു. ഇതൊക്കെയാണ് പി വി അൻവറിന്റെ ആരോപണങ്ങൾ. അതിനൊപ്പം തന്നെ സുരേഷ് ഗോപിയുടെ വിജയമായിട്ട് അദ്ദേഹം പറയുന്ന മറ്റൊരു ആരോപണം എന്ന് പറഞ്ഞാൽ, ഈ പൂരം കലക്കി സുരേഷ് ഗോപിക്ക് ഒരു കാര്യം കൊടുക്കുന്നു. ഇങ്ങനെ പൂരം കലക്കി സുരേഷ് ഗോപിക്ക് അവിടെ ഒരു എന്താ പറയുക, രക്ഷക പരിവേഷം കൊടുത്ത് അല്ലെങ്കിൽ വിജയത്തിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ ഒരിക്കലും സി പി എം അറിഞ്ഞുകൊണ്ടായിരിക്കണം എന്നില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസും എ ഡി ജി പി അജിത് കുമാറും പി ശശിയും അതുപോലെ ബി ജെ പി ആർ എസ് എസ് സംവിധാനങ്ങളും തമ്മിൽ ചേർന്നിട്ടുള്ള ഒരു കളിയാവാം. കാരണം മുഖ്യമന്ത്രിക്കെതിരെ ആരോപണങ്ങളുണ്ട്, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ആരോപണങ്ങളുണ്ട്. അതുപോലെ തന്നെ തൃശ്ശൂരാണെങ്കിൽ സഹകരണ സംഘവുമായിട്ട് ബന്ധപ്പെട്ട വലിയ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പൊക്കെ കിടപ്പുണ്ട്. അപ്പൊ ഇതിൽ പല ഉന്നതന്മാരും കുടുങ്ങും, സി പി എമ്മിന്റെ പല നേതൃത്വം കൊടുക്കും. അപ്പൊ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് പി ശശിയെ മുൻനിർത്തി ഒരു കളി കളിച്ചിട്ടുണ്ടാകാം. ഒരുപക്ഷെ പി ശശിയെ നിശബ്ദനാക്കാൻ വേണ്ടി കൂടെയാകാം ഈ സംഭവങ്ങളൊക്കെ പുറത്തിട്ട്. അങ്ങനെയാണെങ്കിൽ ഈ പി വി അൻവറും മാധ്യമങ്ങളും പറയുന്ന, അല്ലെങ്കിൽ പ്രതിപക്ഷവും മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്ന എ ഡി ജി പി അജിത് കുമാർ, പി ശശിയും ബി ജെ പിയും ചേർന്ന് കളിച്ചൊരു കളിയിൽ തൃശ്ശൂർ പൂരം കലക്കി സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുന്നു. ഈ എ ഡി ജി പി അജിത് കുമാർ എന്ന് പറഞ്ഞാൽ ക്രമസമാന ചുമതലയുള്ള എ ഡി ജി പി ആണ്. അതുപോലെ തന്നെ സുജിത് ദാസ് എന്ന് പറയുന്നത് പത്തനംതിട്ട എസ് പി ആണ്. അദ്ദേഹം മുമ്പ് മലപ്പുറം എസ് പി ആയിരുന്നു. അദ്ദേഹം ഈ മലപ്പുറം എസ് പി ആയിരുന്ന സമയത്ത് മലപ്പുറത്ത് നിന്ന് ഇപ്പോൾ പത്തനംതിട്ട എസ് പി ആയപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെയാണ് വിളിച്ചു പറയുന്നത്. അദ്ദേഹം ഇത് ഉപ്പ് തിന്നവരെന്തായാലും വെള്ളം കുടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നമുക്കില്ല. എന്തായാലും ഈ എസ് പിമാരൊക്കെ കൂടെ ചേർന്നൊരു കളി കളിച്ചത് കറക്റ്റായിട്ട് പി വി അൻവറിന്റെ കൈ കിട്ടുന്നു. പി വി അൻവർ അതിൽ അലക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് സുരേഷ് ഗോപി ആയിട്ട് അല്ലെങ്കിൽ ബി ജെ പി ആയിട്ട്, മുഖ്യമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വി ശശിയായിട്ടുള്ള ബന്ധത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്താന്ന് വെച്ചാൽ, ഇവിടെ കുറെ ആളുകളായിട്ട് ജനങ്ങളെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർ എസ് എസുമായിട്ട് മറ്റുള്ളവർക്കാണ് ബന്ധം, ആർ എസ് എസുമായിട്ട് അവർക്കാണ് ബന്ധം എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച് കൊടുക്കൽ വാങ്ങലൊക്കെ അന്തർധാര വളരെ സജീവമായിട്ട് നടക്കുകയാണ്. പ്രഥമദൃഷ്ടിയാൽ അകൽച്ചയിലാണെങ്കിലും ആർ എസ് എസും സി പി എമ്മും തമ്മിലുള്ള അന്തർധാര, അല്ലെങ്കിൽ ആർ എസ് എസും മുഖ്യമന്ത്രിയും തമ്മിലുള്ള അന്തർധാര വളരെയധികം സജീവമാണെന്ന് ഈ പൊൻകലുകൾ അല്ലെങ്കിൽ അൻവറിന്റെ വെളിപ്പെടുത്തലിലൂടെ പൊതുജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അവിടെയൊക്കെ കെ ടി ജലീൽ മതി. ഇവരൊന്നും ഭരണപക്ഷ എം എൽ എമാരുള്ള ആൾക്കാരെ ഓർക്കണം. ഭരണപക്ഷത്ത് ഇരുന്നുകൊണ്ടാണ് പ്രതിപക്ഷത്തിന്റെ പണി എടുക്കുന്നത് എന്ന് കൂടി നമ്മൾ ആലോചിക്കണം. എന്തായാലും സുരേഷ് ഗോപി ജയിച്ചത് ഒന്നൊരു 75,000 വോട്ടുകൾ തൃശ്ശൂർ പുതിയതായിട്ട് ആടാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ചേർക്കപ്പെട്ടിട്ടുണ്ട്. അതിന് എൽ ഡി എഫിന്റെ അല്ലെങ്കിൽ ഗവൺമെന്റ് സംവിധാനം മുഴുവൻ കൂട്ടുനിൽക്കുന്നു. അതുപോലെ തന്നെ പൂരം കലക്കി ഒരു വലിയൊരു അനുകൂല തരംഗം ഉണ്ടാക്കുന്നു. അതിനും സർക്കാർ സംവിധാനങ്ങൾ കൂട്ടുനിൽക്കുന്നു. അങ്ങനെ
സർക്കാരിന്റെ മൊത്ത കച്ചവടം വഴി കരുവന്നൂരും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് എതിരെയുള്ള പരാതികളൊക്കെ പോകുന്നു. ഇത് ആദ്യം തന്നെ പ്രതിപക്ഷം ഇവിടെ ഉന്നയിച്ചിട്ടുള്ള കാര്യമാണ്. ഇതിപ്പോ ഭരണപക്ഷ MLA കൂടി അതിന് അനുകൂലമായ നിലപാടുകളോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പുറത്തുവിടുന്നതുകൂടി സംഭവം വളരെ ക്ലീൻ ആയിട്ടുണ്ട്. വളരെ ക്ലീൻ ആയി ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി ജനങ്ങളാണ് പ്രതികരിക്കേണ്ടത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ ഈ അൻവർ ഈ മുദ്ദ വിട്ടുകൊണ്ട് മുമ്പ് പ്രതിപക്ഷം പറഞ്ഞ പോലെ, മാധ്യമങ്ങൾ പറഞ്ഞ പോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസും പി ശശിയും ADGPയും അതുപോലെ സുരേഷ് ഗോപിയും BJP ആക്കിയിട്ടുള്ള സംഭവം തമ്മിലുള്ള ബന്ധം, ആ കണക്ഷൻ എന്തായാലും പുറത്തു വന്നിട്ടുണ്ട്. സേനയ്ക്കകത്ത് നമ്മളെയൊക്കെ സംരക്ഷിക്കേണ്ട സേനയ്ക്കകത്ത് ഇത്രയും പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ഇത് നടക്കുകയാണ്. ഒരുപാട് പോലീസുകാരെ ഇടയ്ക്കൊക്കെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മളെ സംരക്ഷിക്കേണ്ട സേന, നമ്മുടെ നികുതി പണത്തിൽ നിന്ന് പൈസ എടുത്തു കൊടുത്ത് ശമ്പളം കിട്ടുന്ന സേനയ്ക്കകത്ത് ഇത്ര പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടത് ഗവൺമെന്റാണ്. ഇപ്പൊ ലാസ്റ്റ് അൻവർ സംസാരിക്കുന്ന കണ്ടിട്ടാണ് ഇങ്ങോട്ട് വീഡിയോ ചെയ്യാൻ കയറി. അതിനകത്ത് പറയുന്നുണ്ട് മുഖ്യമന്ത്രി ഇതൊന്നും അറിയുന്നില്ലെന്ന് റിപ്പോർട്ടറിൽ വേണു ചോദിക്കുന്നുണ്ട്. വേണു അല്ല, ഉണ്ണി ചോദിക്കുന്നുണ്ട്, ഉണ്ണി ബാലകൃഷ്ണൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, അൻവർ പറയുന്നുണ്ട്, ഇത് മുഖ്യമന്ത്രി എങ്ങനെയാണ് അറിയുന്നത്? മുഖ്യമന്ത്രി അറിയിക്കുന്നത് ഇതുപോലത്തെ ഏരിയയിൽ ADGP ആണ്. കള്ളന്റെ കയ്യിലാണ് ഷാപ്പില്. ADGP പറയുന്നത് കേട്ടിട്ടാണ് മുഖ്യമന്ത്രി പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോട് പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് പറയുന്നത്. പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് പി ശശി. ഇവരൊക്കെ കള്ളന്മാരാണ്, കള്ളന്മാരുടെ കയ്യിലാണ് താക്കോലെന്ന് സ്വന്തം എന്താ പറയുക ജയിപ്പിച്ചു വിട്ട പ്രസ്ഥാനത്തിന്റെ ഒരാളെ കുറിച്ച് നമ്മുടെ അൻവറിക്ക പറയുകയാണ്. അപ്പോൾ എന്തായാലും CPM ഇനിയൊരു തുടർഭരണം കിട്ടിയാല് അത് ജനങ്ങൾ അത് എങ്ങനെയായിരിക്കും ചെയ്യുക, അല്ലെങ്കിൽ ജനങ്ങൾ ഏത് രീതിയിലായിരിക്കും വോട്ട് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നമുക്ക് ഇല്ല. എന്തായാലും കിട്ടുമോ ഇല്ലോ എന്നുള്ള കാര്യം ഇതൊക്കെ വെച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. എന്തായാലും CPM-ഉം RSS തമ്മിലുള്ള ഒരു ബന്ധം പൊതുജന മധ്യത്തിൽ അഴിഞ്ഞു വീണെന്നുകൂടി ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് രേഖപ്പെടുത്തുക.